സർ, ഞാൻ ഫിറോസ്. ഏയ്, എവിടുന്ന്? സർ, ഞാൻ ആ മറ്റവനെ ഒന്ന് പൊക്കി. നമ്മുടെ ആ സ്മഗ്ലർ ഹരിവംശലാൽ പന്നാലാൽ. എന്നിട്ട് ശേഖരേട്ടന്റെ മരണമടക്കം പലതിന്റെയും പിന്നിൽ വിശ്വനാഥനാണ് സർ. ഫിറോസ്, നീ? അതെ സർ, ഞാൻ വിശ്വനാഥനെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. നോ ഫിറോസ്, നിന്നെ ഒറ്റയ്ക്ക് വിടില്ല ഞാൻ. പറയേ, നീ എവിടെയാണ് ഇപ്പോ? ഫിറോസ്, ഒരു അപകടത്തിലേക്കാണ് നീ ഇപ്പൊ ചെന്ന്. നോക്കി നിൽക്കാതെ എടുത്ത് വണ്ടിയിലോട്ട് കയറ്റടോ. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള ഒരു പുറപ്പാടില്ല നന്ദനിപ്പോ, അല്ലേ? നന്ദൻ പ്ലീസ്, അരുതെന്ന് പറയാനോ തടയാനോ ഒക്കെ എനിക്ക് അവകാശമായിന്ന് തെറ്റിദ്ധരിച്ചിട്ടൊന്നും ഇല്ല ഞാൻ. പക്ഷെ ഒന്നും ആലോചിക്കാതെ ഒരു അപകടത്തിലേക്ക് തന്നെയാണ് നന്ദനും പോകുന്നതെന്ന് ഓർക്കുമ്പോ. ഒക്കെ ആലോചിച്ചു, ഒരുപാട് ആലോചിച്ചു. മുൻപൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ദേവു നിന്നോട്, എല്ലാറ്റിന്റെയും പിന്നില് ഒരേ തരത്തിലുള്ള ശക്തികളാണ്. That they are the same savage forces എന്നൊക്കെ. യെസ്, 8ാമത്തെ വയസ്സില് അച്ഛന്റെ മരണം മുതൽ ഇങ്ങോട്ട് തോറ്റു കൊടുക്കാൻ തുടങ്ങിയതാ ഞാൻ. ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഓരോന്നായി കൈവിട്ടു കൊടുക്കാൻ തുടങ്ങിയതാ ഞാൻ ഇവരുടെയൊക്കെ മുന്നില്. ഇപ്പതാ ഇവിടെ ഇങ്ങനെ വന്ന് പെട്ടപ്പോ ഒരച്ഛന്റെ വാത്സല്യം തന്ന ശേഖരേട്ടൻ, ഒരനുജനെ പോലെ സ്നേഹിച്ച് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഫിറോസ്. പറയണം, ഇനി ആരെയാണ് ഞാൻ വിട്ടുകൊടുക്കേണ്ടത്? എന്നെ, അതോ ഈ നിന്നെ തന്നെ? പ്ലീസ്, ഇറ്റ്സ് എ പ്രോമിസ്. ഒപ്പം ജീവിക്കാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞ പെണ്ണിന് നന്ദൻ നൽകുന്ന ഉറപ്പ്. ഐ വിൽ കം ബാക്ക് ഫോർ യു. ഒരാപത്തിനും പിടികൊടുക്കാതെ തിരിച്ചു വരും നന്ദൻ, നിനക്ക് വേണ്ടിയിട്ട്. ഹലോ, ഒന്ന് നോക്കട്ടെ. ആരാണ്? 1 സെക്കൻഡ് സർ, കോൾ ഫോർ യു. ചോദിച്ചിട്ട് ആരാന്ന് പറയുന്നില്ല, ഇവിടെ ഉണ്ടോന്ന് അന്വേഷിക്കുന്നു. ബോസ്, വിപിനാണ് ബോസ്. വിപിൻ, ഡോണ്ട് പാനിക് ആൻഡ് സ്റ്റേ where you are. ഇപ്പൊ തന്നെ എത്താൻ ഞാൻ, in minutes. Come on, that's it. Come on, go on.
bastards. ഇതിപ്പോ തന്നെ ജാഗ്രതയിലെത്തിക്കണം നീ ദേവുവിന്റെ കയ്യില്. യെസ് ബോസ്. എന്നിട്ട് എത്രയും വേഗം ഒരു സ്പെഷ്യൽ എഡിഷൻ അച്ചടിച്ചു തുടങ്ങാൻ പറയണം ഇത് വെച്ച്. കഴിയുന്നതും അത്രയ്ക്ക് വിശ്വസിക്കാവുന്നവരൊഴിച്ച് സ്റ്റാഫിൽ മറ്റാരും അറിയാതെ ഒന്നും ചോർന്നു പോകാതെ. ഗെറ്റ് മീ? യെസ് ബോസ്. Then hurry up fast. ഇല്ല വിശ്വജി, ഇതുവരെ ഒരു പത്രാഫീസിൽ എത്തിയിട്ട് അവന്റെ ഒടുക്കത്തെ ഫോട്ടോസ് ഉറപ്പാ എനിക്ക്. എന്നാലും അവൻ ഇതുവരെ പിടികിട്ടിട്ടില്ല എന്ന് പറയുമ്പോ ഇല്ലില്ല, ഞാൻ ദേ അങ്ങോട്ട് വന്നോണ്ടിരിക്ക. എടോ വഴക്കാലി, പന്ന റാസ്കൽ, ആ ഫോട്ടോ എടുത്ത കഴിവേറെ പൊക്കിക്കൊണ്ടുവരാൻ പറഞ്ഞയച്ചപ്പോ അടിച്ച് വീലായി നടറോട്ടി കിടന്ന് ഉണങ്ങുന്നു പന്ന റാസ്കൽ. എടോ വഴക്കാലി, എടോ വഴക്കാലി. ശബ്ദിച്ചു പോരുത്, കൊന്നുകളായി ഞാൻ. നടക്കണം. Move. Now I think this Vishwanathan begged. Machine off here. മുൻപ് ഇവിടെ വന്നപ്പോ പറഞ്ഞിരുന്നു ഞാൻ നിന്നോട്, ഇനി ഒരു തവണ കൂടി വിശ്വനാഥന്റെ പേര് നിന്റെ ഈ പീറപത്രത്തിൽ അച്ചടിച്ചു പോയാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന്. എവിടെയാണ് നീ എടുത്ത ഫോട്ടോഗ്രാഫ്സ്? വരുതിക്ക് വരാത്തവരെ സംഹരിച്ചു തള്ളാൻ മടിയില്ലാത്ത വിശ്വനാഥനാണ് ചോദിക്കുന്നത്.
ജീവൻ വേണമെങ്കിൽ പറഞ്ഞോ നീ. No, you. Hey, Vishwanathan, stop it! മോളെ You dirty son of a... അതേടി, നിന്റെ തന്ത ശേഖരനെയും പിന്നെ ഫിറോസിനെയും കൊന്നു തള്ളുമ്പോ ഒരു തരിമ്പ് പോലും വിറച്ചിട്ടില്ലാത്ത കൈ നീട്ടിയാ ഞാൻ ചോദിക്കുന്നത്. എവിടെ നെഗറ്റീവ്സ്? Come on, get me those negatives. No. ഓ, രക്തം ശേഖരന്റേതാകുമ്പോ പിന്നെ അവനവന് നൊന്താൻ നോവില്ല. ഇങ്ങനെ ഉറ്റവർക്ക് വേണം നോവാൻ. എങ്കിലേ അലിയൂ നീയൊക്കെ, അല്ലടി? പറയടോ അവളോട്, വിശ്വനാഥൻ അനുസരിച്ചോളാൻ. ഇല്ലടോ, ഇതുകൊണ്ടൊന്നും തോപ്പിക്കാനാവില്ല തനിക്ക് ഈ പത്രത്തിന്. മാധവേട്ടാ! Come on. എന്തു തീരുമാനിച്ചു നീ? Say yes or no. പറയടി. ഇനി എന്താ? ജാഗ്രതയുടെ തലതൊട്ടപ്പനായി ശേഖരം പ്രതിഷ്ഠിച്ചു വെച്ച ഇയാടെ ഈ നരച്ച ഗാന്ധിയൻ തലച്ചോറുകൂടി ചിതറുന്നത് കണ്ടേ തീരുന്നുണ്ടോ നിനക്ക്? ഒന്ന് തോറ്റു തരാൻ. മോളെ അരുത്, വേണ്ട. Come on. Hurry up. എടുക്കാൻ. എടി, I said stop there, you! come on. Come on, shoot. ഇനി പോലീസിനെ വിളിക്കാൻ തനിക്ക്. ഞാൻ സഭാപതിയാണ്, DIG. ഞാൻ ജാഗ്രതയെന്ന്. അതെ, ശേഖരേട്ടന്റെ പത്രം. താൻ SP-ക്ക് ഒരു ഇമ്മീഡിയറ്റ് മെസ്സേജ് കൊടുക്കണം, പെട്ടെന്ന് ഇവിടം വരെ എത്താൻ. അതെ, വിത്ത് ഫോഴ്സ്. ഒരു മർഡർ കേസ് എന്ന് പറയണം. അതായത് തന്നോട് പോലീസിനെ വിളിച്ചു വരുത്താൻ ആവശ്യപ്പെട്ടപ്പോ അത് കൊലക്കുറ്റം ഏറ്റുപറഞ്ഞ് എനിക്ക് സ്വയം കീഴടങ്ങാൻ വേണ്ടിയാണെന്ന് താൻ ആശ്വസിച്ചു പോയെങ്കിൽ തനിക്ക് തെറ്റി. അതേടോ, വിശ്വനാഥനെ വെടിവെച്ച് വീഴ്ത്തിയത് നന്ദഗോപാലാണെന്ന് പുറം ലോകം അറിയില്ല ഒരിക്കലും, ഒരു കാലത്തും. പകരം കർത്തവ്യ നിർവഹണത്തിന്റെ ഭാഗമായി വിശ്വനാഥനോടും ആണ്ടവനോടും ഏറ്റുമുട്ടി അവരിരുവരെയും തന്റെ ഈ സർവീസ് റിവോൾവർ കൊണ്ട് വെടിവെച്ച് വീഴ്ത്തിയെന്ന് നിയമത്തിന്റെയും നീതിപീഠത്തിന്റെയും മുന്നിൽ DIG സഭാപതി ഏറ്റുപറയും. പറയിക്കും തന്നെ കൊണ്ട് ഞാൻ ദാ ഇത് വെച്ചിട്ട്. ആൻഡ് ഹിയർ ഇസ് യുവർ എവിഡൻസ്. വിശ്വനാഥനെ കൊന്നതിന് തനിക്ക് വേണ്ടുന്ന തെളിവ്. ആൻഡ് മൈൻഡ് യു, ദാ ഇതിങ്ങനെ എന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും ഭദ്രമായിട്ട് എന്നും. പിന്നെ ഇതിന്റെ നെഗറ്റീവ്സും അത് മറക്കണ്ട. ഇനി വിശ്വനാഥന്റെ മരണം ഏറ്റെടുക്കാൻ തനിക്ക് പിന്നതാ ഇതും. Now get ready for the glory.